ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലേ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് മുകളിൽ ഐ ബട്ടണിൽ കാണിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന നമ്പർ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബായിട്ട് വരുന്നെങ്കിൽ അതിനാണ് പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിൽ ക്യൂബ് നമ്പർ എന്ന് നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 8 കൊടുത്തു കഴിഞ്ഞാൽ 8 എന്തിൻ്റെ ക്യൂബാണ്? 2ൻ്റെ ക്യൂബാണ് അല്ലേ? 2 ഗുണം 2 ഗുണം 2. അപ്പോൾ 8ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2. ഇനി നെക്സ്റ്റ് 8ൻ്റെ ക്യൂബ് റൂട്ട് 2ഉം 2ൻ്റെ ക്യൂബ് 8ഉം, ശരിയല്ലേ? ഇനി അടുത്തത് നമ്മൾ 27 എന്നൊരു നമ്പർ കൊടുക്കാമെന്ന് വിചാരിക്കുക. 27 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബാണോ? ആണ്. കാരണം എന്താണ്? അത് 3ൻ്റെ ക്യൂബാണ്, ശരിയല്ലേ? 3 ഗുണം 3 ഗുണം 3. അപ്പം ഏതെങ്കിലും ഒരു നമ്പറിന്റെ ക്യൂബായിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പർ വരുന്നെങ്കിൽ അതിനാണ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പം ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇതാ ഒരു വലിയ നമ്പർ കൊടുത്തിട്ടുണ്ട്, 29791. ഇത് പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലേന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ വലിയ നമ്പറിന് ഒരു ക്യൂബ് റൂട്ട് ഉണ്ട്, അതായത് ഇത് 31ൻ്റെ ക്യൂബ് റൂട്ടാണ്. മനസ്സിലായോ? 31നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടും. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. അപ്പം ക്യൂബ് റൂട്ട് നമുക്ക് കിട്ടി 31. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോർ വാല്യൂ കണ്ടുപിടിക്കുക. ഫ്ലോർ വാല്യൂ എന്താണെന്ന് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മളിതാ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മളിപ്പോൾ ക്യൂബ് റൂട്ട് എങ്ങനെയാണ്, ഇപ്പം ഞാൻ 96 എന്ന് വെറുതെ ഒരു നമ്പർ കൊടുക്കുക. അപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി, അതിൻ്റെ സ്ക്വയർ റൂട്ട് വരും. മനസ്സിലായോ? എന്നിട്ട് ഇതാ ഇപ്പോൾ ഇതിൻ്റെ ഈ ഡെസിമലിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന വാല്യൂ അതിനാണ് ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത്. ബാക്കി വാല്യൂസ് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഡെസിമലിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന വാല്യൂവിനാണ് ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പം 96ൻ്റെ ഫ്ലോർ വാല്യൂ ആണ് 9. ഇപ്പം ഞാൻ സ്ക്വയർ റൂട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് കാണിച്ചത്. ഇപ്പം നിങ്ങൾ ക്യൂബ് റൂട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു നമ്പർ കൊടുക്കുകയാണ്. ക്യൂബ് റൂട്ടിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഒരു എക്സ് ഇട്ടിട്ട് ഒരു റൂട്ട് കൊടുത്തിട്ട് ഒരു 3 കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്യൂബ് റൂട്ട് കിട്ടും കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 369. അപ്പം നമുക്കൊരു വാല്യൂ കിട്ടിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഡെസിമലിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന പോർഷൻ, ഇൻഡിജർ പോർഷൻ ഏതാണോ അതിനാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പം ഇതിൻ്റെ ഫ്ലോർ 369ൻ്റെ എത്രയാണ്? 7. അപ്പം ഇതിനാണ് ഫ്ലോർ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? അപ്പം നമ്മൾ ആദ്യം എന്താണ്? ക്യൂബ് റൂട്ട് കാണുക. നെക്സ്റ്റ് ആ ക്യൂബ് റൂട്ടിൻ്റെ ഫ്ലോർ വാല്യൂ കാണുക. എന്നിട്ട് ഈ ക്യൂബ് റൂട്ടിൽ നിന്ന് നമ്മുടെ ഫ്ലോർ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് 0 ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ക്യൂബാണ്, അല്ലെങ്കിൽ അല്ല. മനസ്സിലായോ? അപ്പോൾ ഇത് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 0 കിട്ടുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ക്യൂബാണ്. ഇപ്പം ദാ ഇതിൻ്റെ ക്യൂബ് റൂട്ട് 31 കിട്ടി, ഫ്ലോർ വാല്യൂ 31. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്തായാലും 0 വരുമല്ലോ. അപ്പം അതൊരു പെർഫെക്റ്റ് ക്യൂബാണ്. പിടികിട്ടിയോ? ഇപ്പം ക്യൂബ് റൂട്ട് ഇപ്പം പെർഫെക്റ്റ് ആയിട്ടൊരു റൂട്ട് ഇല്ലാത്തതിനാണെങ്കിൽ കുറേ ഡെസിമൽ ഡോട്ട് ഇട്ടിട്ട് വേറെ കുറേ വാല്യൂസ് കൂടെ വരും. അപ്പം അതും ഈ ക്യൂബ് റൂട്ടും ഈ ഫ്ലോറൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്തായാലും 0 കിട്ടില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ക്യൂബ് അല്ല. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതറിൽ പോയിട്ട് ജാവ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ ജാവയ്ക്കകത്തുണ്ട്. എന്നിട്ട് പെർഫെക്റ്റ് ക്യൂബ് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഫിനിഷ് കൊടുക്കുകയാണ്. ഡോണ്ട് ക്രിയേറ്റ്, നോ. ഇനി ഇതിനകത്ത് നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ക്ലാസ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് തന്നെ കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ കൺസോളിൽ നിന്ന് ഒരു ഇൻപുട്ട്, ഒരു നമ്പർ വാങ്ങിച്ചിട്ട് അത് പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് കൺസോളിൽ നിന്ന് നമ്മളൊരു ഇൻപുട്ട് വാങ്ങുന്നത്? ആദ്യം സിസ് ഔട്ട് എൻ്റർ എ നമ്പറിന് കൊടുക്കുക. എന്നിട്ട് സ്കാനർ ക്ലാസ് വെച്ച് വാങ്ങിക്കണം അല്ലേ? അപ്പോൾ സ്കാനർ SC = ന്യൂ സ്കാനർ സിസ്റ്റം .in കൊടുക്കുക. ഇപ്പോൾ ഈ സ്കാനർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു എറർ കാണിക്കുന്നത്. ഇനി എന്താണ്? നമ്മൾ ഇൻപുട്ട് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഇൻഡിജർ ആയിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ക്യൂബ് റൂട്ട് ഇല്ലാത്തതിനാണെങ്കിൽ ഡോട്ട് ഇട്ടിട്ട് ഡോട്ടിന് ശേഷം കുറേ ഡെസിമൽ വാല്യൂസ് വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡബിൾ വേണം വാങ്ങിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഇൻഡിജറിന് പകരം നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്, ഡബിൾ ക്യൂബ് റൂട്ട് എന്ന് കൊടുക്കാം. ക്യൂബ് റൂട്ട് = SC ഡോട്ട്. നമ്മൾ സാധാരണ എന്താണ്? സ്ട്രിങ് വാങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് ലൈൻ കൊടുക്കും. ഇൻഡിജർ ആണ് നെക്സ്റ്റ് ഇൻഡ്. മനസ്സിലായോ? ഡബിളിനാണ് നെക്സ്റ്റ് ഡബിൾ കൊടുക്കുക. പിടികിട്ടിയല്ലോ?
ഇപ്പം നമ്മൾ നമ്പർ വാങ്ങി. ഇനി എന്താണ് ഇത്, നമ്മളൊരു ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ക്യൂബ് റൂട്ട് അല്ല, പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാണ്. ഫൈൻഡ് പെർഫെക്റ്റ് ക്യൂബ് ഓർ നോട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ നമ്പർ പാസ് ചെയ്യാം. നമ്പർ മാത്രം നമുക്ക് പാസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ എറർ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി. മനസ്സിലായോ? ഇനി ഇവിടെ വരിക. ഇതിനകത്ത് എന്താണ്, ഈ ഫംഗ്ഷനകത്തോട്ട് ഇപ്പോൾ ഓൾറെഡി ഈ നമ്പർ വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ക്യൂബ് റൂട്ട് എന്ന് വേണ്ട, ഞാനിവിടെ നമ്മൾ ആദ്യം ഒരു നമ്പർ അല്ലേ വാങ്ങിക്കുന്നത്, ജസ്റ്റ് നമ്പെന്ന് തന്നെ കൊടുക്കാം. ഇനി എന്താണ്, നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട് മാത്ത് ലൈബ്രറിയിൽ. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുകയാണ് ഡബിൾ. ഇവിടെ ക്യൂബ് റൂട്ട് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റിടത്ത് ഞാൻ നം മാറ്റി കൊടുത്തത് കേട്ടോ. അപ്പം മാത്ത് ഡോട്ട് ക്യൂബ് റൂട്ട് കണ്ടോ, CBRT കിടക്കുന്നുണ്ടോ, അത് ഓഫ് നം. ഓക്കെ, അപ്പം ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ ഇനി നമുക്കിത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. സിസ് ഔട്ട് ക്യൂബ് റൂട്ട് ഈസ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ക്യൂബ് റൂട്ട് പ്രിന്റ് ചെയ്യിക്കാം. ഇനി ഇത് ജസ്റ്റ് റൺ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്തോ എറർ കാണിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനകത്ത് ഞാൻ ഇവിടെ നമ്മെന്ന് മാറ്റി കൊടുത്തത് ഇവിടെ ഞാൻ മാറ്റി കൊടുത്തിട്ടില്ല, അതാണ് എറർ വരുന്നത്. അപ്പോൾ എററൊക്കെ മാറി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇതാ ഒരു നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ നമ്പർ തന്നെ നമുക്ക് ആദ്യം കൊടുക്കാം. അപ്പോൾ ക്യൂബ് റൂട്ട് ഉള്ള ഒരെണ്ണം കൊടുക്കാം, 8. 8ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2. ഇനി ഇല്ലാത്ത ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് 9 വേണേൽ കൊടുക്കാം. 9 ഒന്നിൻ്റെയും ക്യൂബ് റൂട്ട് അല്ലല്ലോ. ഇതാ അപ്പോൾ കണ്ടോ 2 പോയിന്റ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്, ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്, ഫ്ലോർ വാല്യൂ കണ്ടുപിടിക്കുക. എന്തിൻ്റെ? ക്യൂബ് റൂട്ടിൻ്റെ. മനസ്സിലായോ? അപ്പോൾ ഫ്ലോർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനും ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഫ്ലോർ കീസ് എന്നൊന്ന് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ നമുക്കത് എവിടെ സേവ് ചെയ്യേണ്ട, ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്ത് ഡോട്ട് ഫ്ലോർ എന്ന് വിളിച്ചാൽ മതി. കണ്ടോ? എന്നിട്ട് ഈ ക്യൂബ് റൂട്ടിൻ്റെ, എന്തിൻ്റെയാണ്, നമ്മൾ നമ്പറിൻ്റെ അല്ല ക്യൂബ് റൂട്ടിൻ്റെയാണ് ഫ്ലോർ വാല്യൂ എടുക്കേണ്ടത്. പിടികിട്ടിയല്ലോ? ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം 9 തന്നെ കൊടുക്കാം. ഇതാ അതിൻ്റെ ഫ്ലോർ. ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 പോയിന്റ് ഇങ്ങനെ വരും. ഫ്ലോർ എന്ന് പറയുന്നത് ഇത്. ഇനി എന്താ പറഞ്ഞേ, ഈ ക്യൂബ് റൂട്ടിൽ നിന്ന് ഫ്ലോർ വാല്യൂ മൈനസ് ചെയ്യണം എന്നല്ലേ, അതിൻ്റെ ഡിഫറൻസ് കാണണം. അത് 0 ആണ്, പെർഫെക്റ്റ് ആണ്, അല്ലെ പെർഫെക്റ്റ് അല്ല. പിടികിട്ടിയല്ലോ? ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് ക്യൂബ് റൂട്ട് മൈനസ്, പിന്നെ എങ്ങനെയാണ് ഫ്ലോർ എടുക്കുന്നത്, മാത്ത് ഡോട്ട് ഫ്ലോർ ഓഫ് ക്യൂബ് റൂട്ട് അല്ലേ. ക്യൂബ് റൂട്ടിൻ്റെ ഫ്ലോർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ക്യൂബാണ്. ശരിയല്ലേ? അപ്പോൾ സിസ് ഔട്ട് കൊടുക്കുക. നമ്പർ ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഇത് വേണേൽ നമ്പർ എന്ന് കൊടുക്കാതെ നമുക്ക് ആ നമ്പർ ജസ്റ്റ് ഇവിടെ പാസ് ചെയ്യാം. അപ്പം ഇത് നമുക്ക് കളയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആദ്യം ആ നമ്പർ പറഞ്ഞു കൊടുക്കാം. നമ്മൾ പാസ് ചെയ്ത നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലേ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്പർ ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്, അല്ലെങ്കിൽ നമ്പർ പെർഫെക്റ്റ് ക്യൂബ് അല്ല, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എൽസ് കേസിൽ നമ്മൾ പറയാണ്, സോറി ഇവിടെ ആയിപ്പോയി, ഈ സിസ് ഔട്ട് തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നോട്ട് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ പോരെ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് ചെയ്യാം. എന്നിട്ട് നമ്മൾ 8 കൊടുക്കുകയാണ്. 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ്, ഫ്ലോർ 2 ആണ്. അപ്പോൾ 8 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. ഇപ്പോൾ 8.0 എന്ന് വരുന്നത് നമ്മൾ ഡബിളായിട്ടല്ലേ വാങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ 8 എന്നുള്ള നമ്മൾ ഇൻറ്റിജറാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഡബിളായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ടാണ് .0 എന്ന് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇനി വേറെ ഒരു നമ്പർ കൊടുത്ത് നോക്കാം. ഇതല്ലാത്തത് 4 5 6 7 9. ഇതാ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. കാരണം എന്താണ്? ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഇതാ ഇങ്ങനെ ഒരു വാല്യൂ ആണ്. ഫ്ലോർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എന്തായാലും 0 കിട്ടില്ല. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.